നമുക്ക് എല്ലാ സജ്ജനങ്ങളായ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീത നമസ്കാരം. ശുഭദിനം നേരുന്നു. ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കിന്ന് നാരായണാവതാരവും ദക്ഷയാഗവും എന്ന 16-ാം ദശകത്തിലെ 6-ാം ശ്ലോകം നോക്കാം. ഭീത്യാലമങ്കജവസന്തസുരാംഗനാവോത്മന്മാനനം ത്വിഹജുഷധ്വമിതി ബ്രുവാണഃ ത്വം വിസ്മയേന പരിതസ്തുവതാമധൈഷാം പ്രാദർശയസ്വപരിചാരകകാതരാക്ഷി. ഭീത്യാലമങ്കജവസന്തസുരാംഗനാവോ മന്മാനനം ത്വിഹജുഷധ്വമിതി ബ്രുവാണഃ ത്വം വിസ്മയേന പരിതസ്തുവതാമധൈഷാം പ്രാദർശയസ്വപരിചാരകകാതരാക്ഷി. അധ ത്വം ഹേ അങ്കജ വസന്ത സുരാംഗനാഃ വ ഭീത്യാ അലം ഇഹ മന്മാനനം തു ജുഷധ്വം ഇതി ബ്രുവാണഃ സ്വപരിചാരകകാതരാക്ഷീഃ വിസ്മയേന പരിതഃ സ്തുവതാം യേഷാം പ്രാദർശയഃ. അനന്തരം അവിടുന്ന്, അല്ലയോ കാമ, കഴിഞ്ഞ ദശകത്തിൽ പറഞ്ഞത് മൃദുഹാസത്തോടെ പറഞ്ഞു. ഭീതസ്ത്വയാധ ജഗതേ മൃദുഹാസഭാജ എന്നാണ് പറഞ്ഞു നിർത്തിയത് അല്ലേ. ഇവിടെ ആ കാമദേവനോട് പറയുന്നതാണ്. മന്ദഹാസത്തോടെ എന്താ പറയുന്നതെന്ന് നോക്കാം. ഭീത്യാലമങ്കജ. അപ്പോൾ ആ നാരായണന് കുലുക്കമൊന്നുമില്ല. ഈ സ്ത്രീകളെയും വസന്തത്തിനെയും അതുപോലെ തന്നെ തെക്കൻ കാറ്റിനെയും എല്ലാം കൊണ്ടു ചെന്നിട്ടും അവർക്കൊന്നും ആ ശ്രീനാരായണനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അവരുടെ കടാക്ഷങ്ങളിലൊന്നും ഭഗവാൻ വീണില്ല. അപ്പോൾ അവിടുന്ന് അനന്തരം, അല്ലയോ കാമ, വസന്ത, എല്ലാവരെയും വിളിക്കുകയാണ്. സുരാംഗന, അതായത് ദേവസുന്ദരിമാരെ. ഭീത്യ അലം എന്ന് പറഞ്ഞാൽ ഭയം വേണ്ട, നിങ്ങൾ ഭയപ്പെടണ്ട, ഒരു കാര്യമില്ല ഭയപ്പെട്ടിട്ട്, എന്നെ ഭയപ്പെടണ്ട എന്ന് പറഞ്ഞു. ഇനി ഇഹ മന്മാനനം തുജുഷധ്വം, ഇവിടെ ഞാനൊരു സമ്മാനം തരാൻ തീരുമാനിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക്. മന്മാനനം തുഹജുഷധ്വം ഇതി ബ്രുവാണ. ഇതി ബ്രുവാണഃ എന്ന് പറഞ്ഞാൽ ഇപ്രകാരം പറഞ്ഞു, ഞാനൊരു സമ്മാനം തരുന്നുണ്ട്, നിങ്ങൾക്ക് അത് സ്വീകരിച്ചാലും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് സ്വപരിചാരകകാതരാക്ഷീഹി, തൻ്റെ ദാസിമാരായ പരിചാരികമാരായ കാതരാക്ഷി, കാതരമായ മിഴികളോടുകൂടിയവരാണ് കാതരാക്ഷി. തൻ്റെ ദാസിമാരായ പരിചാരികമാരായ സുന്ദരിമാരെ വിസ്മയേന പരിതഃ സ്തുവതാം, അത്ഭുതത്തോടെ, വിസ്മയേന എന്ന് പറഞ്ഞാൽ അത്ഭുതത്തോടെ, ആ തൻ്റെ ചുറ്റും നിന്ന് സ്തുതിക്കുന്ന ഈ പരിചാരികമാരായ സുന്ദരിമാരെ യേഷാം പ്രാദർശയഃ, അവരെ ഈ കാമദേവനും വസന്തത്തിനും സുന്ദരിമാരായ ദേവസുന്ദരിമാർ വന്നിട്ടില്ലേ ഋഷിയുടെ തപസ്സിളക്കാനായിട്ട്, അവരെയെല്ലാം കാണിച്ചു കൊടുത്തു. അപ്പോൾ വന്നിരിക്കുന്ന ആ ദിവ്യ അങ്കനമാരേക്കാൾ സുന്ദരിമാരാണ് നാരായണൻ്റെ പരിചാരികമാരായ സുന്ദരിമാർ. അങ്ങനെ ആ നാരായണ ദേവൻ്റെ, ആ ശ്രീനാരായണൻ്റെ മനസ്സിളക്കാൻ വന്നവർ, തപസ്സിളക്കാൻ വന്നവർ ഈ ഭഗവാന്റെ തന്നെ ദാസിമാരെ കണ്ട് ലജ്ജിച്ചു പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ വന്നവർ, ശ്രീനാരായണ ഋഷിയെ തോൽപ്പിക്കാൻ വന്നവർ തോറ്റ് നാണം കെട്ട് മടങ്ങുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇവിടെ. ഇനി അടുത്ത 7-ാമത്തെ ശ്ലോകം. സമ്മോഹനായ മിളിതാമദനാദയസ്ഥേ ത്വദ്ദാസികാ പരിമിളൈകില മോഹമാബുഃ ദത്താം ത്വയാ ജഗൃഹുസ്ത്രപയൈവ സർവസർവാസി ഗർവശമനീം പുനരുർവശീം താം. സമ്മോഹനായ മിളിതാമദനാദയസ്ഥേ ത്വദ്ദാസികാ പരിമിളൈകില മോഹമാബുഃ ദത്താം ത്വയാ ജഗൃഹുസ്ത്രപയൈവ സർവസർവാസി ഗർവശമനീം പുനരുർവശീം താം. തേ സമ്മോഹനായ മിളിതാഃ മദനാദയഃ ത്വദ്ദാസികാ പരിമളൈഃ മോഹം ആബുഃ കില പുനഃ ത്വയാ ദത്താം സർവസർവാസി ഗർവശമനീം താം ഉർവശീം ത്രപയാ ജിഗൃഹു ച. ഇനി ഈ ശ്രീനാരായണ മഹർഷി, അതായത് നരനാരായണന്മാരിലെ ആ നാരായണൻ, സമ്മോഹനായ മിളിത, അതായത് ആ സമ്മോഹിപ്പിക്കുവാനെത്തിയ മദനാദയ, മദനൻ കാമദേവനാണ്, ആദേഹ പറഞ്ഞാൽ മദനൻ മുതലായവർ, മദനൻ്റെ കാമദേവൻ്റെ കൂടെ വന്നവർ. ത്വദ്ദാസികാ പരിമളൈഹി, ആ ദാസിമാരിൽ, ത്വദ് അവിടുത്തെ
ആ ദാസിമാരുടെ സുഗന്ധത്താൽ അവരുടെ ദേഹത്ത് നിന്ന് നല്ല സുഗന്ധം വരുന്നുണ്ടായിരുന്നു. അതാണ് പരിമളം, സുഗന്ധമാണ്. ആ മോഹം ആബുഹൂഖില, മോഹത്തെ പ്രാപിച്ചു പോലും. അതായത് ആ ദാസിമാരുടെ ദേഹത്തു നിന്നും വന്ന ആ സുഗന്ധത്താൽ ഈ കാമദേവനും ആ കാമദേവൻ്റെ കൂടെ വന്നവരും മോഹിച്ചുപോയി എന്നർത്ഥം. ഇനി പുനഃ ത്വയാ ദത്താം, അങ്ങയാൽ കൊടുക്കപ്പെട്ടു, അതായത് നൽകപ്പെട്ടു. പുനഃ അനന്തരം സർവസ്വർവാസിഗർവശമനീം, അതായത് എല്ലാ ദേവസുന്ദരിമാരുടെയും സൗന്ദര്യം, ആ മതം നശിപ്പിക്കുന്ന അവരുടെ എല്ലാ അഹങ്കാരം. സ്വർവാസികൾ, ആ ദിവ്യാംഗനമാർ സ്വർഗലോകത്തു നിന്ന് വന്നിട്ടുണ്ടല്ലോ കാമദേവൻ്റെ കൂടെ, ഇന്ദ്രൻ പറഞ്ഞയച്ച്, അവരുടെ എല്ലാം ഗർവത്തെ അടക്കാൻ പറ്റുന്ന സൗന്ദര്യത്തോടു കൂടിയ സ്വർവാസി ഗർവശമനീം, അവരുടെ ഗർവത്തെ ശമിപ്പിക്കുന്നതായ സൗന്ദര്യത്തോടു കൂടിയ താം ഉർവശീം ത്രപയ, ആ ഉർവശിയെ ലജ്ജയോടെ സ്വീകരിക്കുകയും ചെയ്തു. ഒരു സമ്മാനം കൊടുക്കാമെന്ന് പറഞ്ഞ ഇതായിരുന്നു, കാമദേവന് ഉർവശിയെ സമ്മാനിച്ചു. അത് ഉർവശി എന്ന് പറഞ്ഞിരിക്കുന്നത് ഊരുവിൽ നിന്ന് ജനിച്ചവൾ എന്നാണ് ഉർവശി എന്ന വാക്കിന് അർത്ഥം. ഉർവശി, ഊരു, ആ നാരായണ മഹർഷി തുടയിലൊന്ന് തട്ടി എന്നാണ്. ആ തട്ടിയപ്പോൾ അവിടെ നിന്ന് ഉത്ഭവിച്ചത് കൊണ്ടാണ്, ആ ജനിച്ചത് കൊണ്ടാണ് ഉർവശി എന്ന് പേര് വന്നത്. ഊരുവിൽ നിന്നും ജനിച്ചവൾ. അങ്ങനെ സർവസ്വർവാസി ഗർവശമനയും, സ്വർവാസികളുടെ എല്ലാം ഗർവത്തെ ശമിപ്പിക്കാൻ പ്രാപ്തയായ ഉർവശിയെ ദത്താം ത്വയാ ച, അങ്ങയാൽ നൽകപ്പെട്ടു. ജഗൃഹു, അത് സ്വീകരിച്ചു. ത്രപ ഏവയാണ് ത്രപയൈവ, ത്രപയോടുകൂടി എന്ന് പറഞ്ഞാൽ ലജ്ജയോടുകൂടി സ്വീകരിച്ചു. അങ്ങനെ നാരായണ ഋഷിയെ മോഹിപ്പിക്കാൻ, ആ മോഹത്തിന് കാമകടാക്ഷങ്ങളാൽ മോഹിപ്പിക്കാൻ വന്നവർ സ്വയം ലജ്ജിച്ച് തിരിച്ചുപോയി എന്നർത്ഥം. ആ നാരായണനെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്ന് പറയുന്നു. ഇനി അടുത്ത ശ്ലോകം നമുക്ക് അതും കൂടെ പറയാം അല്ലേ. 8ാമത്തെ ശ്ലോകം. ദൃഷ്ടോർവശിം തവ കഥാം ച നിശമ്യ ശക്രഃ പര്യാകുലോജനി ഭവൻ മഹിമാമവർഷാത് ഏവം പ്രശാന്തരമണീയതരാവതാരാത് ത്വത്തോധികോ വരദ കൃഷ്ണതനുസ്ത്വമേവ. ദൃഷ്ടോർവശിം തവ കഥാം ച നിശമ്യ ശക്രഃ പര്യാകുലോജനി ഭവൻ മഹിമാവമർഷാത് ഏവം പ്രശാന്തരമണീയതരാവതാരാത് ത്വത്തോധികോ വരദ കൃഷ്ണതനുസ്ത്വമേവ. ശക്രഃ ഉർവശീം ദൃഷ്ട്വാ തവ കഥാം നിശമ്യ ച ഭവൻ മഹിമാവമർഷാത് പര്യാകുലഃ അജനി. ഹേ വരദ, ഏവം പ്രശാന്തരമണീയതരാവതാരാത് തത്വത്തഃ. ഇന്ദ്രൻ ഇങ്ങനെ ഉർവശിയെ കണ്ടിട്ട് ഇവിടെ തിരിച്ച് ദേവലോകത്തേക്ക് പോയല്ലോ എല്ലാവരും കൂടെ, കാമദേവനും എല്ലാവരും. ഇന്ദ്രനാണല്ലോ ഇവരെ അയച്ചിരുന്നത്. അങ്ങനെ ദൃഷ്ടോർവശിയും, ആ ഉർവശിയെ കണ്ടിട്ടും തവ കഥാം ച നിശമ്യ, അതായത് അവിടുത്തെ കഥകൾ കേട്ടിട്ടും, ഈ കഥകളെല്ലാം ശക്രനെ പറഞ്ഞു കേൾപ്പിച്ചു കാമദേവൻ. അങ്ങനെ കഥാം നിശമ്യ ച, കഥകൾ കേട്ടിട്ടും, ഭവൻ മഹിമാവമർഷാത്, അങ്ങയുടെ ആ മഹത്വത്തെ അറിഞ്ഞതുകൊണ്ട്, ആ മാഹാത്മ്യം അറിഞ്ഞതുകൊണ്ട്, പര്യാകുലഃ അജനി. പര്യാകുലഃ അജനി എന്ന് പറഞ്ഞാൽ വ്യാകുലനായിത്തീർന്നു, ദുഃഖിതനായിത്തീർന്നു. ഹേ വരദ, അല്ലയോ വരത്തെ നൽകുന്നവനായ, അഭീഷ്ട വരത്തെ പ്രദാനം ചെയ്യുന്ന ഭഗവാനെ. ഏവം, ഇവിടെ മേൽപ്പത്തൂർ പറയുകയാണത്, ഗുരുവായൂരപ്പനോട് പറയുക. ഏവം പ്രശാന്തരമണീയതരാവതാരാത്, തരാതരങ്ങളിലുള്ള അവതാരം എടുത്തിട്ടുണ്ടല്ലേ. അല്ലയോ അഭീഷ്ടവരദ, ഇപ്രകാരം സൗമ്യവും കർമാനുഷ്ഠാനത്താൽ അതിമനോഹരവുമായ, അതായത് പ്രശാന്തവും രമണീയവും, രമണീയം മനോഹരമാണ്, ശാന്തവും രമണീയവുമായ അവതാരമെടുത്ത ആ ശ്രീനാരായണമൂർത്തിയായ നിന്തിരുവടിയേക്കാൾ ത്വത്തോധിക, അധികഃ കൃഷ്ണതനുഹു ത്വം ഏവ, ആ ശ്രേഷ്ഠനായവൻ ശ്രീകൃഷ്ണസ്വരൂപനായ നിന്തിരുവടി മാത്രമാകുന്നു. ആ മഹാവിഷ്ണുവിൻ്റെ പല അവതാരങ്ങളിലുണ്ട്, പ്രശാന്തവും രമണീയവുമായിട്ടുള്ള പല അവതാരങ്ങളുണ്ടെങ്കിലും അതിനേക്കാളൊക്കെ ശ്രേഷ്ഠമായിട്ടുള്ളത് ആരാണ്? ശ്രീ ഭഗവാൻ, അതായത് ഗുരുവായൂരപ്പൻ മാത്രമേ ഉള്ളൂ എന്ന് ഇവിടെ പറയുകയാണ്. ഇവിടെ കവിയുടെ ആ മേൽപ്പത്തൂരിൻ്റെ കൃഷ്ണഭക്തിയാണ് കാണുന്നത്. ലോകത്തുള്ള എല്ലാ അവതാരങ്ങളിലേക്കാളും ശ്രേഷ്ഠൻ ഭഗവാൻ ഗുരുവായൂരപ്പനാണെന്ന് മേൽപ്പത്തൂർ പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ
ഈ 4 മുതൽ 8 വരെ ശ്ലോകങ്ങളെ കൊണ്ട് ഇവിടെ പറഞ്ഞിട്ടുള്ള കാമവിജയം എന്ന കഥ ശ്രീമദ് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ ഇതിലില്ല. 11-ാം സ്കന്ധം അത് നമുക്ക് പറയേണ്ട കാര്യമില്ല. ഇനി എന്തായാലും ഇത് ഭാഗവതത്തിൻ്റെ സംക്ഷിപ്ത രൂപമാണെന്ന് ആദ്യമേ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഇത് ദക്ഷയാഗവും നാരായണ അവതാരവുമാണ്. നമുക്ക് ഈ വീഡിയോ ഈ ശ്ലോകത്തോടു കൂടി നിർത്താം. 9ഉം 10ഉം അടുത്ത വീഡിയോയിൽ പറയാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കമൻറ്റ് ബോക്സിൽ ഒന്നും കാണുന്നില്ല. ആരും ഇഷ്ടപ്പെടുന്നുണ്ടോ ഇഷ്ടപ്പെടുന്നില്ലയോ ഒന്നും അറിയത്തില്ല. അതൊരു വല്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അത് ഒന്ന് കമൻറ്റ് ബോക്സിലിടണം. ഇഷ്ടപ്പെട്ടെങ്കിൽ അതും ലൈക്ക് ചെയ്യുകയോ കമൻറ്റ് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്താൽ എനിക്കിത്തിരി സന്തോഷം ഉണ്ടാവും കേട്ടോ. താങ്ക് യു സോ മച്ച്. നന്ദി, നമസ്കാരം.